ഒട്ടും പ്ലാൻ ചെയ്യാതെ ഞാനും ഏട്ടനും മോളും കൂടെ പോയിട്ടുള്ള ഒരു യാത്രയാണ് കേട്ടോ ഇത്. ശരിക്കും ഞങ്ങളിപ്പോൾ വണ്ടി എടുത്തിട്ട് പോകുന്നത് വയനാട്ടിലേക്കാണ്. തലേ ദിവസം രാത്രി പ്ലാൻ ചെയ്തത് തൊട്ടടുത്ത ദിവസം രാവിലെയാണ് ഞങ്ങൾ നേരെ വയനാട്ടിലേക്ക് വിട്ടത്. വയനാട്ടിലേക്ക് പോകാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. അവിടെ ഏട്ടൻ്റെ അച്ഛൻ്റെ സിസ്റ്ററിൻ്റെ വീടുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാട്ടോ ഞങ്ങൾ പോകുന്നുണ്ടായിരുന്നു. നമ്മുടെ ഫസ്റ്റ് ടൈം ആണ് അവിടേക്ക് പോകുന്നുണ്ടായിരുന്നത്. അപ്പം എന്തായാലും കുറച്ച് എക്സൈറ്റഡ് തന്നെ ആയിരുന്നു അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട്. നമ്മൾ ഒട്ടും പ്ലാൻ ചെയ്യാത്തതുകൊണ്ട് തന്നെ വാമിക്കുട്ടി രാവിലെ എണീക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതേ ഉറക്കച്ചടവിൽ പിന്നെയും കാറിൽ നിന്ന് കുറേ നേരം ഉറങ്ങിയിട്ടൊക്കെയാണ് കേട്ടോ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. ആൾ വലിയൊരു മൂഡ് ഓഫിലായിരുന്നു എന്ന് തന്നെ പറയാം. എന്തായാലും ഉറക്കത്തിൽ നിന്നൊക്കെ എണീറ്റിട്ട് ആ ഒരു വല്ലാത്ത മൂഡിലായിരുന്നു. എന്തായാലും ഞാൻ നന്നായിട്ട് ആ വയനാട് പോണ ആ ഒരു ജേർണി ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ കോഴിക്കോട് നിന്ന് വയനാട്ടിലേക്ക് പോണ ആ ഒരു വ്യൂ ഉണ്ടല്ലോ, എൻ്റെ മക്കളെ എന്താ പറയുക, നമ്മൾ ആ ചുരം കയറാൻ പോണ ആ കാഴ്ച കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. ശരിക്കും ഞാൻ അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്തെന്ന് തന്നെ പറയാം. കുരങ്ങന്മാരൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ ചുരത്തിൻ്റെ മുകളിൽ. എന്തൊരു ഭംഗിയുള്ള കാഴ്ചയാണല്ലേ വയനാട് എന്ന് പറയുന്നത്. വയനാട് എനിക്ക് എപ്പോഴും ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ് കേട്ടോ. ഞങ്ങൾ ഹണിമൂണിന് പോയതും ഒക്കെ വയനാട്ടിൽ തന്നെയാണ്. വയനാട്ടിൽ ഞങ്ങൾ മിക്കവാറും നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, എന്തായാലും ഒരു തവണയെങ്കിലും വിസിറ്റ് ചെയ്യാണ്ട് ഇരിക്കാറില്ല. എന്തെങ്കിലും കാരണങ്ങളാലൊക്കെ ഞാൻ പോകാറുണ്ട് കേട്ടോ വയനാട്ടിൽ. അപ്പം ഞങ്ങൾ അവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ടല്ലോ നമ്മുടെ ചുരത്തിൻ്റെ മുകളിൽ. അപ്പോൾ ആ വ്യൂ പോയിൻ്റ് അവിടെ ഞങ്ങളൊന്ന് കാറ് നിർത്തിയിട്ട് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും പിന്നെ വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. ശരിക്കും ഞാൻ ഇതൊക്കെ ഇങ്ങനെ സ്റ്റേറ്റസ് ആക്കിയിട്ട് ഇങ്ങനെ വാട്സപ്പിലൊക്കെ ഇട്ട സമയത്ത് നമ്മളെ കുറേ ഈ നോർത്ത് ഇന്ത്യൻ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ മെസ്സേജ് അയക്കുന്നത്, അയ്യോ ഇത് എവിടെയാണ്, എന്ത് ഭംഗിയാണ് കാണാൻ, അങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു പ്രൗഡ് ഫീലാണ് കേട്ടോ വന്നത്. നമ്മുടെ കേരളത്തിൽ ഇത്ര നല്ലൊരു സ്ഥലം ഉണ്ടല്ലോ എന്നുള്ളത് ആലോചിച്ചിട്ട്. എന്തായാലും പിന്നെ ഞങ്ങൾ കുറേ ട്രാവൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു പൂതി, അവിൽ മിൽക്ക് കണ്ടപ്പോൾ അവിൽ മിൽക്കിനെ അവിടെ നിർത്തിയിട്ട് അവിൽ മിൽക്ക് കുടിച്ചാലോ എന്ന്. അങ്ങനെ പിന്നെ നേരെ അവിടെ നിർത്തിയിട്ട് ഞാൻ അവിൽ മിൽക്ക് വാങ്ങി. ഏട്ടന് ചുമയുള്ളതുകൊണ്ട് ഏട്ടൻ പിന്നെ ചായയാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാനാണെങ്കിൽ ഒരു സ്പെഷ്യൽ അവിൽ മിൽക്ക് എന്നും പറഞ്ഞിട്ട് അവരൊരു ടെൻഡർ കോക്കനട്ട് അവിൽ മിൽക്ക് പറഞ്ഞൊരു സംഭവം കൊണ്ട് തന്നു. അപ്പം ഞാനത് ടേസ്റ്റ് ചെയ്തു. പക്ഷേ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല. പിന്നെ വാങ്ങിയതല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങ് കഴിക്കേണ്ടി വന്നു. ശരിക്കും പറഞ്ഞാൽ ടെൻഡർ കോക്കനറ്റിൻ്റെ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരുമാതിരി തേങ്ങ ചിരവിട്ട പോലെ, തേങ്ങാപ്പൂള് ഇട്ട പോലത്തെ ഒരു ഫീലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ വാമിക്കുട്ടിക്ക് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഏട്ടൻ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും നഗറ്റ്സൊക്കെ വാങ്ങി കൊടുത്തു കേട്ടോ. വാമിക്കുട്ടിക്ക് കൂടെ ഐസ്ക്രീമും ഉണ്ടായിരുന്നു. അപ്പോൾ അവളാണെങ്കിൽ ഫുള്ള് ഹാപ്പി ആയിട്ട് അതൊക്കെ കൂടെ കഴിച്ചപ്പം. പിന്നെ ഞങ്ങളിത് ചുരം കയറി വയനാട്ടിലെത്തി, ഏകദേശമൊക്കെ എത്തി. പിന്നെ അവിടുന്ന് കുറച്ച് ദൂരം പോകാണ്ട് ഏട്ടൻ്റെ കസിൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ അവരെ വീട്ടിലേക്ക് എത്തിയിട്ടു നമ്മളങ്ങനെ ഉച്ചയ്ക്ക് ആയപ്പോഴാണ് എത്തിയത്. അടിപൊളി ഒരു സ്ഥലമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അവരെ വീട്ടിലേക്ക് പോകണ വഴി തന്നെ കാണാൻ ഭയങ്കര ഭംഗിയാണ്. എടുത്തു പറയേണ്ട കാര്യമാണ്. എത്ര പറയണം എന്ന് എനിക്കറിയില്ല. നിങ്ങൾ ഇനി ശരിക്കും പറഞ്ഞാൽ കാണാൻ പോകുന്നത് അവരെ വീടിൻ്റെ ഭംഗികളൊക്കെ ആയിരിക്കും കേട്ടോ ഈ ഒരു വീഡിയോയിൽ. എന്തായാലും നമ്മൾ നേരെ അവിടെ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് അവിടെ 2 കുട്ടികളുണ്ട്, നമ്മുടെ ശ്രദ്ധക്കുട്ടിയും ശ്രേയക്കുട്ടിയും. അവർ രണ്ടുപേരെയും കൂട്ടിയിട്ട് അടുത്തുള്ളൊരു നല്ല ഭംഗിയുള്ളൊരു വ്യൂ പോയിൻ്റ് വരെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഒരു ദിവസത്തെ ട്രിപ്പാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായത്. നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരണം എന്നാണ് വിചാരിച്ചത്. പക്ഷേ കുട്ടികളൊന്നും അവിടെ നിന്ന് വിടുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ പ്ലാന് മാറ്റിയിട്ട് ശരി സ്റ്റേ ചെയ്യാമെന്നുള്ളൊരു രീതിയിലേക്ക് എത്തിയതാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒരു ഡ്രസ്സ് കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ആവശ്യം വന്നാലോ, കാരണം നമ്മളവിടെ പോയാൽ നമ്മളെ അവർ വിടൂല നമുക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് ഒരു ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് 2 ഡ്രസ്സ് എടുത്തുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടില്ല, അവിടെ കഴിച്ചില്ലായി എന്ന് തന്നെ പറയാം. ഞങ്ങളിപ്പോൾ ഈ വന്ന സ്ഥലം അധികം ടൂറിസ്റ്റുകളൊന്നും കണ്ടുപിടിക്കാത്തൊരു സ്ഥലമായതുകൊണ്ട് തന്നെ കുറച്ച് തിരക്കൊക്കെ കുറവായിരുന്നു കേട്ടോ. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ നല്ല റിലാക്സ് ചെയ്ത് ആ ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടോ ഞങ്ങൾക്ക്. ശരിക്കും മക്കളും ഏട്ടത്തിയും മോളും ഏട്ടനും ഒക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു എന്ന് തന്നെ പറയാം. എന്തൊരു ഭംഗിയുള്ള സ്ഥലം എന്നറിയോ. പിന്നെ അവിടെ ഇരിക്കാനുള്ളൊരു സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതേ വാമിക്കുട്ടിയും ഏട്ടനും എല്ലാവരും കൂടെ അവിടെ കുറേ നേരം ഇരുന്ന് സംസാരിച്ച്, പിന്നെ നമ്മൾ കുറച്ച് റീൽസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുട്ടിക്കൊക്കെ നല്ല ഡാൻസ് ചെയ്യും കേട്ടോ 2 ആളും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ കൂടെ കുറച്ച് ഡാൻസിങ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നേ. പിന്നെ പശുവിനൊക്കെ കണ്ടപ്പോൾ പശുവിനെ കാണുമെന്ന് പറഞ്ഞ വാമിക്കുട്ടി പറഞ്ഞപ്പോൾ ഏട്ടൻ മോളെ അവിടെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. എന്ത് ഭംഗിയാലേ ഈ സ്ഥലം. ശരിക്കും എനിക്കിതാ ഇപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ പോലും ഒന്നും കൂടി അവിടെ പോകാമല്ലോ എന്നൊക്കെ തോന്നി കേട്ടോ. പിന്നെ നമ്മൾ ആ ഒരു കാഴ്ചയൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ വിട്ടത് KFCയിലേക്കാണ്. അപ്പോൾ ഇവിടെ വയനാട്ടിലുള്ള KFC നമ്മളൊന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഏട്ടത്തിയും മക്കളും ഞങ്ങളെല്ലാവരും കൂടെ KFC പോയിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ KFC ഇത് ചിക്കനൊക്കെ ഓർഡർ ചെയ്തിട്ട് കുറേ സമയം കഴിഞ്ഞിട്ടാണ് കേട്ടോ വന്നത്. അതുവരെ നമ്മൾ കുറേ പോസ്റ്റ് അടിച്ച് അവിടെ ഇരുന്നു. അതിൻ്റെ ഇടയിൽ വാമിക്കുട്ടിക്ക് വാഷ്റൂമിൽ പോകണമെന്ന് പറഞ്ഞാൽ കരച്ചിലായി. പിന്നെ KFCനുള്ളിലാണെങ്കിൽ വാഷ്റൂം ഒന്നുമില്ല കേട്ടോ. പിന്നെ ഞങ്ങളൊരു വിധം പുറത്ത് ഉള്ള ഒരു ഷോപ്പിലൊക്കെ അന്വേഷിച്ചിട്ട് അങ്ങനെ ഒരു വാഷ്റൂം കണ്ടെത്തി അവിടെ പോയിട്ടൊക്കെയാണ് പിന്നെ ആൾ മൂത്രമൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നത്.
പിന്നെ ദേ അങ്ങനെതാ നമ്മളെ സംഭവങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. അടിപൊളി ചിക്കൻ്റെ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ കഴിക്കുന്നതിനേക്കാളും കൂടുതൽ ഞങ്ങൾക്ക് മക്കൾ കഴിക്കുന്നത് കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം തോന്നി കേട്ടോ. അവർക്കൊക്കെ അല്ലേ ഇതൊക്കെ ഭയങ്കര ഇഷ്ടം. എനിക്കും ഇഷ്ടമല്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ കുട്ടികൾ നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. പിന്നെ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങളവിടെ പോയി നേരെ പോയി കിടന്നു. പിന്നെ ദേ അടുത്ത ദിവസം രാവിലത്തെ കാഴ്ചയാണ്. അവിടെ ഊഞ്ഞാലൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾ കണ്ടില്ല, അവരെ വീടിൻ്റെ ബാക്കത്തെ ബാക്ക്ഗ്രൗണ്ടൊക്കെ നോക്കൂ നിങ്ങൾ. ഊഞ്ഞാലൊക്കെ കെട്ടി ആ ബാക്ക്ഗ്രൗണ്ടിലിരുന്ന് ഊഞ്ഞാലാടുമ്പോഴൊരു ഫീൽ ഉണ്ടല്ലോ, എൻ്റെ മക്കളെ ഒന്നും പറയണ്ട. വാമിക്കുട്ടിയാണ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തതെന്ന് തന്നെ പറയാം. കാരണം നമ്മൾ ഈ ഗുജറാത്തിലും ഡൽഹിയിലൊക്കെ നിന്ന് ശീലിച്ച ആൾക്കാരല്ലേ, അവൾക്ക് ശരിക്കും നമ്മളെ ഈ നാട്ടിൻ പ്രദേശത്തൊക്കെ വന്നപ്പോൾ വേറെ ലെവലിൽ ഒരു ഫീൽ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അതേ കണ്ടില്ലേ, വാമിക്കുട്ടിക്ക് അവളുടെ എന്താ പറയുക കുസൃതിക്ക് അനുസരിച്ച് കളിക്കാൻ പറ്റിയ 2 ചേച്ചിമാരെയാണ് കൂടെ കിട്ടിയത്. പിന്നെ പറയേണ്ടത് പിന്നെ വല്യമ്മ അതേ കാണിച്ചു തരാണ് കേട്ടോ. ഇതൊക്കെ കാപ്പിയാണ്, കാപ്പിക്കുരുമൊക്കെ ഇതിൻ്റെ മുകളിലുണ്ടാവും, മോളെ ഏലക്കായ ഉണ്ട്, അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു തരാൻ കേട്ടോ. ഇതാണ് കേട്ടോ വല്യമ്മേൻ്റെ വീട് എന്ന് പറയുന്നത്. അപ്പം നല്ലൊരു അടിപൊളി വീടും നല്ലൊരു അടിപൊളി ആംബിയൻസും ആണ് കേട്ടോ ഇവരുടെ. അങ്ങനെ അതേ പിന്നെ വല്യമ്മ പറഞ്ഞു കുട്ടികളോട്, മക്കളെ നിങ്ങളിവിടുത്തെ വല്യച്ഛൻ്റെ കൃഷിയും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ മെല്ലെ കൊണ്ടുവരാൻ കേട്ടോ. ഇതെന്താണെന്നറിയോ, അവക്കാഡോ ആണ് കേട്ടോ. അവിടെ ഡൽഹിയിലൊക്കെ ഒരു 300 രൂപയാണ് ഒരു അവക്കാഡോക്ക്. ഇവിടെ അതേ ഇഷ്ടംപോലെ അവക്കാഡോ ആണ്. ഇത് കണ്ടോ, ഇത് കോഫീൻ്റെ കുരുവാണ് കേട്ടോ. അപ്പം കുട്ടികളിങ്ങനെ ഓരോന്നായിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരുമായിരുന്നു, ചേച്ചി ഇതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട്. എന്ത് രസമാണെന്നറിയോ, ശരിക്കും അവിടെ നിന്ന് വരാൻ തോന്നില്ല, ഒരു റിസോർട്ട് പോയ ഫീലായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ കുട്ടികളത് ഞങ്ങളെ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ കാണിച്ചു വേണ്ടി പോകണത്. ചക്ക കണ്ടോ, എവിടെ തിരിഞ്ഞാലും ഇവിടെ ചക്ക കേട്ടോ. ഇവർക്കൊന്നും വേണ്ട ചക്ക. ഞങ്ങൾക്കാണെങ്കിൽ ചക്ക കാണുമ്പോൾ ഭയങ്കര ഒരു ഫീലാണ്. ഇവർക്ക് പിന്നെ വല്യമ്മയൊക്കെ പറയാണ്, മോളെ ഈ ചക്കയൊക്കെ ഇവിടെ കിടന്ന് ചീത്തയാവുക എന്നല്ലാണ്ട് ആർക്കും വേണ്ട, ഇവിടെ എല്ലായിടത്തും ചക്കയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് ആർക്കും ആവശ്യമില്ല. ചിലപ്പോൾ വണ്ടിയിൽ കുറച്ച് ആൾക്കാർ വന്നിട്ട് ഈ ചക്ക വിൽക്കുന്നോന്ന് ചോദിച്ചു വരുമ്പോൾ അവർക്ക് വെറുതെ കൊടുക്കുക ചെയ്യുക മോളെ എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു അത്ഭുതം തോന്നിയിട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ഞങ്ങൾ കോഴിക്കോടാണ്, പക്ഷേ കോഴിക്കോട് ഞങ്ങൾ കുറച്ചും കൂടെ ഒരു ടൗൺ ഏരിയയിലേക്കാണ്. അവിടെയൊക്കെ ചക്ക കിട്ടാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ഇവിടെ പിന്നെ എല്ലാം അവൈലബിൾ ആണ് കേട്ടോ. ഇത് കണ്ടോ, അത് ഫുൾ അവക്കാഡോൻ്റെ മരങ്ങളാണ്, നിറയെ അവക്കാഡോ ആണ്. നിങ്ങൾ ആലോചിക്കണം, ഒരു അവക്കാഡോയ്ക്ക് 300-400 രൂപ കൊടുത്താണ് നമ്മൾ വാങ്ങിക്കുന്നത്. ഇവിടെ കണ്ടോ, അത് നിലത്തൊക്കെ വീണ് കിടക്കുക, വേണ്ടാതെ എത്രയും അതായിട്ടും കാണാം. അതിൻ്റെ ഇടയിൽ അവക്കാഡോ ഇങ്ങനെ കാണിക്കാം കേട്ടോ. എനിക്ക് എന്താ പറയുക, എന്തൊരു രസമുള്ള സ്ഥലമാണ് എൻ്റെ ഭഗവാനേ, എനിക്ക് വാക്കുകൾ പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. എന്തായാലും നല്ലൊരു പ്ലസൻറ്റ് ഫീലാണ് എനിക്കത് വന്നത് കേട്ടോ അവിടെ പോയപ്പം. പിന്നെ അങ്ങനെ അവക്കാഡോ ഒക്കെ കണ്ട ഏട്ടൻ കുറച്ച് അവക്കാഡോ ഒക്കെ കവറിലാക്കിയിട്ടോ. പിന്നെ അതേപോലെ അവിടെ നല്ല മാങ്ങയും വീണെടുക്കുന്നുണ്ടായിരുന്നു, കുറേ അടിപൊളി മാങ്ങകൾ. അപ്പം മാങ്ങ അവക്കാഡോ ഒക്കെ കവറിലാക്കിയിട്ടോ ഞങ്ങൾ. വലിയച്ഛൻ പറഞ്ഞു, മക്കളെ നിങ്ങളതെല്ലാം കൊണ്ടുപോയിക്കോ, വെറുതെ കിടക്കുകയാണ് ഇവിടെ, വെറുതെ ആർക്കും ഉപയോഗമില്ലാണ്ട് പോയി പോവും, നിങ്ങൾ കൊണ്ടുപോയിക്കോ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഇവിടെ വന്ന് അങ്ങനെ കുറേ കാര്യങ്ങളാണ്, കുരുമുളക്, ഏലക്കായ എന്ന് വേണ്ട അങ്ങനത്തെ എല്ലാം നല്ല നല്ല സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ചൊക്കെ ഇങ്ങനെ ഇതൊക്കെ തപ്പി നടന്നു, മറ്റേ ഈ എന്താ പറയുക മാങ്ങയും ഇതൊക്കെ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ വല്യച്ഛനൊക്കെ ഇങ്ങനെ ഓടി നടന്ന് നമുക്കിങ്ങനെ കാഴ്ചകളൊക്കെ കാണിച്ചു തരായിരുന്നു കേട്ടോ. വല്യച്ഛൻ്റെ ഓരോ കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. വല്യച്ഛന് ഈ കൃഷിനെ പറ്റിയൊക്കെ നല്ല അറിവുണ്ട് കേട്ടോ. അപ്പോൾ വല്യച്ഛൻ തന്നെ പറയാണ്, ഇനി നിങ്ങളുടെ ഒരു ജനറേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ ആരും ഉണ്ടാവില്ല മക്കളെ, ഞങ്ങൾ ഈ ജനറേഷനോട് ഇതൊക്കെ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ ആരും ഉണ്ടാവില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വിഷമത്തോടെ പറയാം കേട്ടോ. കാരണം വല്യച്ഛനൊക്കെ ഈ മണ്ണിനോട് അത്രയും വെച്ചാൽ മണ്ണും കൃഷിയൊക്കെ അത്ര ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അപ്പം അതൊരു വേറൊരു ഫീൽ തന്നെയാണല്ലോ. കാരണം അവർക്കൊന്നും ശരിക്കും പറഞ്ഞാൽ ഒരു 50% സാധനങ്ങൾ അവർക്ക് ഈ കൃഷിയിടത്തു നിന്ന് തന്നെ കിട്ടും. അപ്പം അതൊരു അത്രയും ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ ഇവരൊക്കെ. എന്തായാലും നമുക്കിങ്ങനെ വല്യച്ഛനെല്ലാം കാണിച്ചു തന്ന് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് കേട്ടോ. ശരിക്കും ഈ ഒരു വീഡിയോ കുറേ കാലം കഴിഞ്ഞിട്ട് കാണുമ്പോഴും എനിക്കത് എപ്പോഴും എൻ്റെ ഒരു ഹാപ്പിനെസ് ചെറിഷ് ചെയ്യാൻ പറ്റുന്ന വീഡിയോസാണ് കേട്ടോ. പിന്നെ വാമിക്കുട്ടിക്ക് ഇതൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ അവളുടെ ചേച്ചി. അപ്പോൾ വാമിക്കുട്ടി പറയാണ്, ഇത് എന്താണെന്നറിയോ, ഇത് മാങ്ങയാണെന്നൊക്കെ കേട്ടോ വാമിക്കുട്ടി പറയുന്നത്. അപ്പോൾ മോള് പറഞ്ഞു കൊടുക്കുന്നത്, മാങ്ങയല്ല മോവേ, ഇത് മറ്റേ നമ്മുടെ പഴത്തിൻ്റെതാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ നേരെ നമ്മളെ ഇതിനെന്താ പറയുക, അയ്യോ എനിക്കെൻ്റെ പേര് മറന്നുപോയല്ലോ ഈശ്വര. നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇതെന്താ സംഭവം എന്ന്? അത് തന്നെ. അപ്പോൾ അത് കഴിക്കുകയാണ് പഞ്ചസാര ഇട്ടിട്ട്. അതിൻ്റെ ഇടയിൽ വാമിക്കുട്ടിക്ക് അവിടെ പപ്പടം കാച്ചുമ്പോൾ പപ്പടം വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ട് പപ്പടം കൊണ്ട് കൊടുത്തു. പിന്നെ ഇതാണ് കേട്ടോ, ഏട്ടനും എല്ലാവരും കൂടെ ഉമ്മർത്തിരുന്നിട്ട് നല്ലൊരു വിളിച്ചു, നല്ലൊരു പോസിറ്റിവിറ്റി ഉണ്ടായിരുന്നു അവിടെ. കുറേ നേരം രാവിലെ ഇരുന്നു കേട്ടോ. പിന്നെ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ്. അവർ പോകണ്ടെന്ന് കുറേ തവണ പറഞ്ഞു, പക്ഷെ നമുക്ക് വേറെയും കുറേ പരിപാടികളുള്ളതുകൊണ്ട് ഇറങ്ങിയേ പറ്റുള്ളായിരുന്നു. അപ്പോൾ വാമിക്കുട്ടി എല്ലാവർക്കും ടാറ്റ ബൈബയൊക്കെ പറഞ്ഞ് ഉമ്മയൊക്കെ കൊടുത്ത് എല്ലാവരോടും ഭയങ്കര ഹാപ്പി ആയിട്ട് ഉമ്മയൊക്കെ കൊടുത്തിട്ട് ഇറങ്ങുകയാണ് കേട്ടോ.
അപ്പോൾ മാമിക്കുട്ടീൻ്റെ വിചാരം ചേച്ചിമാരും കൂടെ വരുന്നുണ്ടെന്നായിരുന്നു. പിന്നെ ഇറങ്ങാൻ നേരത്താണ് അവൾക്ക് മനസ്സിലായത് ചേച്ചിമാർ വരുന്നില്ല എന്ന് കേട്ടോ. അവൾ നല്ല ഹാപ്പിയായിരുന്നു. ചേച്ചിമാരിങ്ങനെ പൊന്നുപോലെ കൊണ്ടിടക്കായിരുന്നു കേട്ടോ അവളെ. പിന്നെ അതേപോലെ ഞങ്ങൾക്ക് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു വിഷമം തോന്നി. എന്തായാലും ഒരു രസമായിരുന്നു, മനസ്സ് ഭയങ്കര ഒരു റിലാക്സ് ആയ ഒരു ഫീലായിരുന്നു കേട്ടോ. പിന്നെ വാമിക്കുട്ടി ഇതേ വല്യമ്മേൻ്റെ കാലൊക്കെ തൊട്ട് നിറയിൽ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ഇതായി തോന്നി. പിന്നെ ഇതേ ഏട്ടത്തിയമ്മേൻ്റെ കാലിൽ തൊട്ട് നിറയിൽ വെച്ചു, ഏട്ടൻ്റെ കാല് തൊട്ട് നിറയിൽ വെച്ചത് കാല് പിടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ആള്. ഏട്ടത്തിയമ്മ വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഇതേ രണ്ടുപേരും ഉമ്മ വയ്ക്കലും സ്നേഹപ്രകടനങ്ങളൊക്കെയാണ് കേട്ടോ വാമിക്കുട്ടീനെ. അങ്ങനെ പിന്നെ ഞങ്ങളിതാ ഇറങ്ങി കേട്ടോ. ഇറങ്ങുമ്പോഴത്തേ കാണില്ല എൻ്റെ മുഖത്തൊരു വിഷമമുണ്ട്. അവിടെ നിന്ന് ഇറങ്ങുന്നതിൻ്റെ ഒരു വിഷമമുണ്ട്. കാരണം വലിയ വലിച്ചിനൊക്കെ അങ്ങനെ കാര്യമായിട്ടാണ് കേട്ടോ ഞങ്ങളെ ഒരു ദിവസം നിന്നുള്ളെങ്കിലും ശരിക്കും ഒരുപാട് ദിവസം ഓർക്കാനുള്ള ഒരു നല്ല നല്ല നിമിഷങ്ങളൊക്കെ ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദേ ഇറങ്ങുമ്പോൾ മോൾക്കും വലിയ വിഷമം. ദേ ചാക്ക് കണ്ടില്ലേ, ഈ ചാക്കിൽ ചക്കയും മാങ്ങയോ തേങ്ങയോ എന്തൊക്കെയൊക്കെയോ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ വലിയ വലിച്ചനും കൂടെ. പിന്നെ ഞങ്ങൾ പറഞ്ഞാണ് വലിയമ്മനോട് വലിച്ചനോട് കാറിൻ്റെ അടുത്തേക്ക് വരണ്ട, വെറുതെ വയ്യാതിരിക്കുകയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പിടിച്ചിരുത്തിയതാണ് കേട്ടോ, അല്ലെങ്കിൽ അവർ സമ്മതിക്കൂല. പിന്നെ ദേ അങ്ങനെ വാമിക്കുട്ടി കാറ് കയറി. അങ്ങനെ ഞങ്ങൾ വഴിയിൽ വെച്ചിട്ടെന്ന് വെച്ചാൽ ഏട്ടനും ചേച്ചിയും കൂടെ കാറ് കയറിയിട്ടുണ്ടായിരുന്നു. അവർക്കൊരു സ്ഥലം വരെ പോകാണ്ടായിരുന്നു. അപ്പോൾ വയനാട് ഒരു സ്ഥലത്ത് അവരെ ഇറക്കിയിട്ട് നമ്മൾ തിരിച്ചു പോകണം. അപ്പോൾ മാമിക്കുട്ടി അവരെ കൂടെ പോകാമെന്നും പറഞ്ഞിട്ട് അവരെ കൂടെ കയറിയിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ അവരെയൊക്കെ ഡ്രോപ്പ് ചെയ്തതിനു ശേഷം ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് പോണ വഴിക്കാണ് ഈ ഒരു സംഭവം കണ്ടത്. അതായത് ഭയങ്കര ഓർഗാനിക് ആയിട്ടുള്ള കുറേ, അതായത് അവിടെ തന്നെ, അതായത് വയനാട്ടിൽ തന്നെ കൃഷി ചെയ്ത ഐറ്റംസൊക്കെ ഇങ്ങനെ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതായത് നമ്മൾ കണ്ട അവക്കാടോ ഒക്കെ അതൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കണ്ടപ്പോൾ നല്ല രസമുണ്ട്. അപ്പം ഞങ്ങൾ ചെയ്തു കുറച്ച് പുളി വാങ്ങിയിട്ടോ, നല്ല നാടൻ പുളി കിട്ടി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കുറച്ച് ഗുജറാത്തിലേക്ക് കൊണ്ടുപോയി അല്ലെങ്കിൽ മീൻകറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ യൂസ്ഫുൾ ആവുമല്ലോ. അപ്പോൾ കുറച്ച് നല്ല പുളി വാങ്ങി. അപ്പോഴാണ് ഉപ്പിലിട്ടത് കണ്ടത്. ഉപ്പിലിട്ടത് കണ്ടപ്പോൾ തന്നെ എനിക്കിപ്പോൾ പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം വരികയാണ്. അപ്പോൾ പിന്നെ പറയണ്ടല്ലോ, നേരിട്ട് കാണുമ്പോഴുള്ള ഫീല്. അപ്പോൾ കുറേ ഉപ്പിലിട്ട സംഭവങ്ങളൊക്കെ വാങ്ങി. പിന്നെ അത് കാറിലിരുന്ന് സുഖിച്ച് കഴിക്കലായിരുന്നു എൻ്റെ പരിപാടി. ഏട്ടൻ ഡ്രൈവ് ചെയ്യുന്നു, ഞാനിത് കഴിക്കുന്നു. ഇതായിരുന്നു എൻ്റെ ഒരു പരിപാടി എന്ന് പറയുന്നത്. നല്ല രസമായിരുന്നു കേട്ടോ. എനിക്കിപ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നു ഗൈസ്, പറയുമ്പോൾ തന്നെ എന്താ പറയുക. എന്നത് ഏട്ടൻ്റെ വായിലൊന്നും ഇട്ട് കൊടുത്തിട്ടോ. ഏട്ടനും പുളിച്ചിട്ട് വയ്യായിരുന്നു. ഏട്ടൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ കണ്ടാറിയാം. കുറച്ച് നല്ല പുളി ഉണ്ടായിരുന്നു കേട്ടോ ആ മാങ്ങയ്ക്ക്. പിന്നെ പൈനാപ്പിൾ ഉപ്പിലിട്ടതാണ് ഞാൻ ടേസ്റ്റ് ചെയ്തത്. അതും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. വാമിക്കുട്ടിയും കുറച്ച് കഴിച്ചു. അവൾക്ക് ഇങ്ങനെ ഇതിനോടൊന്നും വലിയ താല്പര്യമില്ല, എന്നാലും എരിവുള്ള സാധനങ്ങളോടൊക്കെ വലിയ ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ എനിക്കിങ്ങനത്തെ ഈ എന്താ പറയുക, മാങ്ങ ഉപ്പിലിട്ടത്, മാങ്ങയും മുളക് പൊടി ഉപ്പും വെളിച്ചെണ്ണയും കൂടിയൊക്കെ ഇട്ടിട്ട് കഴിക്കില്ല, അതൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് അതേപോലെ അച്ചാർ ഇഷ്ടമാണ്. അങ്ങനത്തെയൊക്കെ കുറച്ച് എരിവുള്ള ഐറ്റംസൊക്കെ എനിക്കിഷ്ടമാണ്. ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന ടൈമിൽ കുറേ ഇങ്ങനത്തെ സംഭവങ്ങൾ കഴിക്കുമായിരുന്നു. അതുകൊണ്ട് വാമിക്കുട്ടിക്കും കുറച്ചൊക്കെ ഇഷ്ടമൊക്കെ ഉണ്ട് കേട്ടോ, അങ്ങനെ ഇഷ്ടക്കേടൊന്നുമില്ല. പിന്നെ ഞങ്ങൾ നേരെ പോകുന്ന വഴിക്കാണ് ഓർത്തത്, ഇവിടെ ഭയങ്കര ഫേമസ് ആയിട്ട് ഒരു ബേച്ചോ എന്നൊരു റെസ്റ്റോറൻറ്റ് ഉണ്ടല്ലോ, അവിടെ മറ്റേ പോത്തുംകാല് കിട്ടുമല്ലോ എന്ന്. അങ്ങനെ ഞങ്ങൾ ഗൂഗിളിലൊക്കെ തപ്പിപ്പിടിച്ച് ആ സ്പോട്ടിലേക്ക് എത്തിയിട്ട്, ബൈപ്പാസ് തന്നെയായിരുന്നു സ്പോട്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ പോയിട്ട് പോത്തുംകാല് ഓർഡർ ചെയ്തു. അപ്പോൾ അതൊക്കെ പറയുമ്പോൾ തന്നെ വെള്ളം വരുന്നു. ഞാനിപ്പോൾ ഗുജറാത്തിൽ നിന്നിട്ടാണ് ഇത് എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ ഭയങ്കര ഒരു ഫീല്. എന്തായാലും ഇതേ പോത്തുംകാല് വാങ്ങി. പിന്നെ നമ്മൾ തേങ്ങാച്ചോറല്ലേ വാങ്ങിയത്, പാൽ കപ്പ വാങ്ങി. പിന്നെ പൊറോട്ടയും വാങ്ങി കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് ഇതെല്ലാം കൂടെ കഴിക്കാൻ പറ്റുമെന്നായിരുന്നു ഡൗട്ട്. വാമിക്കുട്ടിക്ക് കുറച്ച് ഗീ റൈസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് ഗീ റൈസ് ഇട്ടൊരു കളിയില്ല. അങ്ങനെ പൊറോട്ട കൂട്ടിയിട്ട് ഏട്ടൻ തന്നെ ആദ്യം കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ് കേട്ടോ. അങ്ങനെ ഏട്ടൻ പീസൊക്കെ എടുത്ത്, എന്താ പറയുക, ടെൻഡർ പീസായിരുന്നു കേട്ടോ. അങ്ങനെ എന്ത് രസമെന്നറിയോ, അതിൻ്റെ ഗ്രേവിയൊക്കെ അടിപൊളിയാണ് കേട്ടോ. എൻ്റെ അമ്മോ, എനിക്കിത് പറയുമ്പോൾ തന്നെ വെള്ളം വരുന്നുണ്ട്. എന്തായാലും നല്ല പീസ് എടുത്തിട്ട് പൊറോട്ട മുക്കിയിട്ട് കഴിക്കാൻ വേണ്ടി പോകുന്നതിൻ്റെ ഇടയിൽ കൂടെ എന്തൊക്കെയൊക്കെയോ പരിപാടികൾ ഒപ്പിക്കുകയാണ്. അല്ലാതെ കഷ്ണം മുറിക്കാൻ വേണ്ടിയിട്ട് കത്തിയൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ അവർ. വലിയ പോത്തുങ്കാലിൻ്റെ പീസാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അതിന് ഫുള്ളിന് എനിക്ക് തോന്നുന്നു 800 റുപ്പീസ് എങ്ങാനാണ് പോത്തുങ്കാലിന് മാത്രമായിട്ട് കേട്ടോ. എന്തായാലും നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫുഡ് ട്രൈ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഞങ്ങളിത് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏട്ടത് വായിലൊക്കെ ഇട്ട് മറ്റേ മാസ്റ്റർ ഷെഫ് കഴിക്കുന്ന പോലെ നല്ലോണം ചവച്ച് അതിൻ്റെ ഗ്രേവിയൊക്കെ ഇറക്കി ടേസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഉത്തരം പറയുന്നത്. ഏട്ട പറഞ്ഞത് ഹൈപ്പിന് മാത്രമൊന്നുമില്ല, കുഴപ്പമില്ല, രസമുണ്ട് എന്നാണ് കേട്ടോ പറഞ്ഞത്. പക്ഷേ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഓരോരുത്തരുടെ ടേസ്റ്റ് ബഡ്സ് ഡിഫറെൻ്റ് ആണല്ലോ. അപ്പം ഏട്ടന് കുഴപ്പമില്ല എന്ന് പറഞ്ഞുള്ളൂ, പക്ഷേ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. എന്തായാലും ഞങ്ങളിതേ അങ്ങനെ വയനാട്ടിൽ നിന്ന് തിരിച്ച് കോഴിക്കോടേക്ക് പോവാണ് കേട്ടോ. അപ്പം എന്തായാലും നല്ലൊരു അടിപൊളി യാത്രയെന്ന് ഒരുപാട് ഓർമ്മകൾ ഞങ്ങൾക്ക് സമ്മാനിച്ചൊരു യാത്ര തന്നെയാണെന്ന് തന്നെ പറയാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങളിതേ ഒരു നല്ല സ്പോട്ട് കണ്ടപ്പോൾ അവിടെയൊക്കെ നിർത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഏട്ടൻ ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല പ്രകൃതിൻ്റെ ഫോട്ടോസ്, എൻ്റെ ഫോട്ടോസ് എടുത്തെടുത്തായിട്ട് മടുത്തുണ്ട് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എന്തായാലും അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് പോയിട്ടോ. അങ്ങനെ ഇനി ബാക്കി നാട്ടിലുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാണ്ട്. അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യുന്നവരെ ബൈ, ടേക്ക് കെയർ.